പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബാസ് പ്ലസൻസിൻ്റെ +2 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഷഹീൻ മിസ്ത്രി തൻ്റെ ജീവിതത്തെ തന്നെ കുറിച്ച് പകർത്തിയിട്ടുള്ള ദീദി എന്ന് പറയുന്ന ഒരു പേഴ്സണൽ സ്റ്റോറിയിലൂടെയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഷഹീൻ മിസ്ത്രി എങ്ങനെയാണ് ഈ ടീച്ച് ഫോർ ഇന്ത്യ അതുപോലെ ആകാംക്ഷ ഫൗണ്ടേഷൻ ഒക്കെ സ്ഥാപിക്കുന്നതിലും അതിൻ്റെ മുന്നണി പോരാളിയായി പ്രവർത്തന രംഗത്ത് എത്തിച്ചേർന്നത് എന്നുള്ളതും, കുട്ടിക്കാലത്ത് അവൾ ഒരു ഓർഫനേജ് സന്ദർശിക്കാനിടയായപ്പോൾ അത് അവളിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ചും, വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്ന് ചിന്തിക്കുകയും ഒരു ഉത്തരത്തിലെത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതും ഒക്കെ നമ്മൾ കണ്ടു. ആ ഓർഫനേജ് സന്ദർശനത്തിന് ശേഷം പിന്നീട് അവളുടെ ഓഫ് ഡേയ്സ് എല്ലാം മിക്കവാറും അവൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ചിലവഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി. മുംബൈയിൽ ജനിച്ച് ഇൻ്റർനാഷണൽ തലത്തിൽ പല രാജ്യങ്ങളിലായിട്ട് അച്ഛൻ്റെ ജോലി ആവശ്യാർത്ഥം പല രാജ്യങ്ങളിൽ പോവുകയും അവിടങ്ങളിലുള്ള വിവിധ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെ പഠിച്ചു വളരുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഷഹീൻ മിസ്ത്രി എന്ന് നമ്മൾ മനസ്സിലാക്കി. അവളുടെ ജന്മനാടായ മുംബൈയിലുള്ള ചേരിയിലെ കുട്ടികളുടെ അവസ്ഥകളും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്ത അവളിൽ ഉണർന്നു എന്നുള്ളിടത്തൊക്കെ ആണ് നമ്മൾ നിർത്തിയത്. മുംബൈ എന്ന് പറയുന്ന ആ സിറ്റിയുടെ നിലനിൽപ്പിൽ ചേരികൾക്ക് വലിയ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കി. എന്നാൽ അവിടെ ജീവിക്കുന്നവരെല്ലാം വളരെയധികം അവഗണിക്കപ്പെട്ടവരാണ്. അവിടുത്തെ മക്കൾക്ക് അവർക്ക് അവകാശപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. എന്നാൽ അവരെ വിദ്യാഭ്യാസത്തിലൂടെ ഉന്നതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ ചേരിയിൽ നിന്ന് ആ കുടുംബത്തെ രക്ഷപ്പെടുത്താനാവും എന്നവൾ മനസ്സിലാക്കുക. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ആക്കി വെക്കുക. പേജ് നമ്പർ 91. നമ്മൾ ഇനി സെക്കൻഡ് പാരഗ്രാഫിലേക്കാണ് പോകുന്നത്. It was the summer of 1989. As always, I was on my vacation in India. On one blizzarding Mumbai day, my taxi stopped at a traffic signal. 3 children ran up to my window, smiling and begging. And at that moment, I had a flash of introspection. Nothing too unusual had happened, but as I looked at them, I suddenly knew that my life would have more meaning if I stayed in India. It was the summer of 1989. 1989 ഒരു സമ്മർ വെക്കേഷൻ. അവളുടെ പ്രായം നമ്മൾ മനസ്സിലാക്കണം. 1989 എന്ന് പറയുമ്പോൾ അവൾക്ക് 18 വയസ്സാവുന്നു. ആസ് ആൾവേസ് ഐ വാസ് ഓൺ മൈ വെക്കേഷൻ ഇൻ ഇന്ത്യ. സാധാരണ പോലെ തന്നെ എല്ലാ വെക്കേഷനിലും സമ്മർ വെക്കേഷൻ സമയത്ത് ഞാൻ ഇന്ത്യയിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളൊരു ഇന്ത്യയിൽ വന്ന സമയമാണ്. ഓൺ വൺ ബ്ലിസറിങ് മുംബൈ ഡേ. ബ്ലിസറിങ് എന്ന് പറഞ്ഞാൽ വെരി ഹോട്ട്, ഇങ്ങനെ ചുട്ടുപൊള്ളുന്ന എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അത്തരത്തിൽ നല്ല ചൂടുള്ള ടൈമാണ്. മൈ ടാക്സി സ്റ്റോപ്ഡ് അറ്റ് എ ട്രാഫിക് സിഗ്നൽ എൻ്റെ ടാക്സി നിർത്തി. 3 ചിൽഡ്രൻ റാൻ അപ് ടു മൈ വിൻഡോ. 3 കുട്ടികൾ എൻ്റെ അടുത്തേക്ക് എൻ്റെ വാഹനത്തിൻ്റെ നേരെ ഓടി വന്നു. സ്മൈലിംഗ് ആൻഡ് ബെഗിങ്. മുഖത്ത് നല്ല പുഞ്ചിരിയുണ്ട്, അതേസമയം അവർ യാചിക്കുകയാണ്. ആൻഡ് അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഐ ഹാഡ് എ ഫ്ലാഷ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ. ആ ഒരു മൊമെൻറ്റിൽ ഐ ഹാഡ് എ ഫ്ലാഷ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ, ഒരു ആത്മചിന്ത. ലുക്കിംഗ് ഇൻ ടു മൈ ഹാർട്ട്, മൈ സോൾ ഓർ മൈ സെൽഫ്, അല്ലെങ്കിൽ സ്വയം ഇങ്ങനെ ചിന്തിച്ചു, റിഫ്ലക്റ്റ് ചെയ്തു. നത്തിങ് ടു അൺയൂഷ്വൽ ഹാഡ് ഹാപ്പൻഡ്. ഒന്നും പ്രത്യേകിച്ചും സംഭവിച്ചിട്ടൊന്നുമില്ല. ബട്ട് ആസ് ഐ ലുക്ക്ഡ് അറ്റ് ദം, ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഐ സഡൻലി ന്യൂ ദാറ്റ് മൈ ലൈഫ് വുഡ് ഹാവ് മോർ മീനിങ് ഇഫ് ഐ സ്റ്റേഡ് ഇൻ ഇന്ത്യ. ഞാൻ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കി ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, ആ ഒരു മൊമെൻറ്റിലാണ് ആ ഒരു ഫ്ലാഷ് അവളുടെ മനസ്സിൽ മിന്നിയത്. എന്ത്? ഇത്തരത്തിലുള്ള പാവപ്പെട്ട കുട്ടികളെ എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കണം. ഇൻ ദ ഡേയ്സ് ദാറ്റ് ഫോളോഡ് ഐ കെപ്റ്റ് തിങ്കിങ് അബൌട്ട് ദോസ് കിഡ്സ് ആൻഡ് ദാറ്റ് മൊമെൻറ്റ്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ ആ കുട്ടികളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. എൻ്റെ മനസ്സിൽ ആ കുട്ടികൾ ഇങ്ങനെ വന്നു പോകും. ആ ഒരു മൊമെൻറ്റ്. India was answering the search for purpose that I had felt ever since I was a child. എൻ്റെ കുട്ടിക്കാലം മുതലേ എൻ്റെ മനസ്സിലുള്ളൊരു ചോദ്യമാണ്, എൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്നുള്ളത്. നമ്മൾ വളരെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണെന്ത്? ആ ഉറുമ്പുകൾ ഭക്ഷണ സാധനമായി അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുമ്പോൾ അവളുടെ മനസ്സിൽ ചിന്തിച്ചത് എന്തായിരുന്നു? എൻ്റെ ലക്ഷ്യസ്ഥാനം എന്താണ്? ഇപ്പോൾ അവൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവളുടെ പ്രായം വെറും 18 വയസ്സാണ്. ഐ വാസ് ബീയിങ് ചാലഞ്ച്ഡ് ടു ഫൈൻഡ് മൈ ഐഡൻറ്റിറ്റി. ഐ വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ് മേക്കിംഗ് തിങ്സ് ബെറ്റർ ഫോർ ചിൽഡ്രൻ. അപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു എന്ത്? എൻ്റെ ഐഡൻറ്റിറ്റി
എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു. ഐ വാണ്ട് ടു ബി പാർട്ട് ഓഫ് മേക്കിംഗ് തിങ്സ് ബെറ്റർ ഫോർ ചിൽഡ്രൻ. കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലും എന്നെക്കൊണ്ട് ഇനി ചെയ്യാൻ കഴിയണം. ഐ ന്യൂ ദെൻ ദാറ്റ് ദിസ് കുഡ് ബി മൈ കൺട്രി. ഇതായിരിക്കണം ഇനി എൻ്റെ രാജ്യം, ഞാൻ ജീവിക്കേണ്ടതിന് ഇവിടെ ആയിരിക്കണം. ആൻഡ് ദാറ്റ് വാട്ട് എവർ ഐ ഡിഡ് ഹിയർ കുഡ് മേക്ക് മോർ ഓഫ് എ ഡിഫറൻസ്. ഇവിടെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് കൂടുതൽ ഇഫക്റ്റീവ് ആവും ദാൻ ഇൻ ദ മാനിക്യൂർഡ് റിയാലിറ്റി ഓഫ് മൈ യൂണിവേഴ്സിറ്റി ലൈഫ് ഇൻ ദ സ്റ്റേറ്റ്സ്. എൻ്റെ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള യൂണിവേഴ്സിറ്റി ലൈഫ് എന്ന് പറയുന്നതാണ് തികച്ചും മാനിക്വേർഡാണ്. മാനിക്വേർഡ് എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി അണിയുന്നതിനും അല്ലെങ്കിൽ ഫാഷനബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിച്ച് നമ്മൾ കുറച്ചൊക്കെ സ്റ്റൈലിലാവാൻ ശ്രമിക്കുന്നതിനൊക്കെയാണ് മാനിക്വേർഡ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു ആർട്ടിഫിഷ്യൽ ലൈഫ്, സ്വയം ഭംഗി കൂട്ടി മോടി കൂട്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ച് നടക്കുന്ന ഈ ഒരു ജീവിതത്തിനേക്കാളും ആ ഒരു ജീവിതത്തിനേക്കാളും നല്ലത് എനിക്ക് ഇന്ത്യയിൽ ഇത്തരത്തിൽ ജീവിക്കുന്നതായിരിക്കും. Nervously, a week before I was to return to Boston, I telephoned my parents to try and explain the jumbled feeling that culminated in my strong desire to move back to Mumbai. Nervously, പാരൻസിനോട് എന്തോ പറയണം, പക്ഷേ പേടിയോട് കൂടിയാണ്, വിത്ത് ഫിയർ. എ വീക്ക് ബിഫോർ ഐ വാസ് ടു റിട്ടേൺ ടു ബോസ്റ്റണിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പോകാൻ ഇനി ഒരാഴ്ചയേ ഉള്ളൂ. I telephoned my parents to try and explain the jumbled feeling that culminated in my strong desire to move back to Mumbai. ഞാൻ എൻ്റെ പാരൻസിനെ വിളിച്ചു, എന്നിട്ട് അവരോട് വിശദീകരിക്കാൻ ശ്രമിച്ചു. എന്ത് മൈ ജംബിൾഡ് ഫീലിങ്സ്, എൻ്റെ മിക്സ്ഡ് അപ്പ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഉറച്ച തീരുമാനത്തിൽ കൃത്യമായിട്ട് എത്താൻ ധൈര്യം വരുന്നില്ല. എന്നാൽ എൻ്റെ മനസ്സ് അതിനോട് ഒരു 90% ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട്. സോ and explain the jumbled feeling that culminated in my strong desire to move back to Mumbai. That culminated in എന്ന് പറഞ്ഞാൽ ഒരു ഉച്ചസ്ഥായിൽ എത്തുക എന്നൊക്കെയാണ് അർത്ഥം. റീച്ച് ദ ടോപ്പ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ആ സ്ട്രോങ് ഡിസയർ എന്ന് പറഞ്ഞാൽ എൻ്റെ ലക്ഷ്യം എന്തെന്നുള്ളത് നിർണ്ണയിക്കുന്നതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ ഞാൻ എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മുംബൈയിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ ഉന്നമനത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് എന്തെങ്കിലും ചെയ്യണം. ദേ ലിസൺഡ് കെയർഫുള്ളി ബട്ട് അഡ്വൈസ്ഡ് മീ ആൻഡ് കോഷൻഡ് ദാറ്റ് ലിവിങ് ഇൻ മുംബൈ വുഡ് ബി വാസ്റ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം മൈ കറൻറ്റ് വെക്കേഷൻ. അവർ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടു, പക്ഷേ അവരെന്നോട് അഡ്വൈസ് ചെയ്തത് എന്താണ്, അല്ലെങ്കിൽ എനിക്ക് തന്ന മുന്നറിയിപ്പ് എന്താണ്, നീ ഇപ്പോൾ മുംബൈയിലെ വെക്കേഷനിൽ വന്നിട്ട് അല്ലെങ്കിൽ സമ്മർ ടൈമിൽ വന്നിട്ട് നീ ജീവിക്കുന്ന ജീവിതമാവില്ല. നീ മുംബൈയിൽ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഒരു പക്ഷേ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളണമെന്നില്ല എന്നുള്ള അർത്ഥത്തിൽ. ബട്ട് വെൻ ഐ പേഴ്സിസ്റ്റഡ് ദേ എഗ്രീഡ് ഓൺ 2 കണ്ടീഷൻസ്. പക്ഷേ ഞാൻ നിർബന്ധം പിടിച്ചു. ഐ പേഴ്സിസ്റ്റഡ്. അപ്പോൾ അവർ സമ്മതിച്ചു. 2 കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ദാറ്റ് ഐ വുഡ് ഗെറ്റ് അഡ്മിഷൻ ഇൻ ടു എ ഗുഡ് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജ് ഇൻ ദ സിറ്റി ആൻഡ് ലേറ്റർ ഐ വുഡ് ട്രാവൽ എബ്രോഡ് ഫോർ മൈ ഗ്രാജുവേറ്റ് ഡിഗ്രി. 2 കണ്ടീഷൻ. ഒന്നെന്താണ്, ഇപ്പോൾ ഈ അണ്ടർ ഗ്രാജുവേഷന് എന്ത് ചെയ്യാം, BA നല്ലൊരു കോളേജിൽ അവിടെ അഡ്മിഷൻ മേടിക്കണം, എന്നിട്ട് അത് പഠിക്കാം. ശേഷം തുടർന്നുള്ള പഠനം, നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് അത് വിദേശത്ത് വന്നിട്ട് പഠിക്കാൻ തയ്യാറാവും വേണം എന്നുള്ളതായിരുന്നു കണ്ടീഷൻ. ദ ഓൺലി പ്ലേസ് ഐ കുഡ് തിങ്ക് ടു സ്റ്റാർട്ട് വാസ് സെൻറ്റ് സേവിയേഴ്സ് വെയർ മൈ പാരൻസ് ഹാഡ് സ്റ്റഡീഡ്. എൻ്റെ പാരൻസ് പഠിച്ച കോളേജാണ് സെൻറ്റ് സേവിയേഴ്സ്. അതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ആദ്യത്തെ ഉത്തരം എന്തായിരുന്നു, സെൻറ്റ് സേവിയർ കോളേജായിരുന്നു. വേർ മൈ പാരൻസ് ഹാഡ് സ്റ്റഡീഡ്. I walked into the crowded college office and asked for an appointment to see the principal. ഞാൻ നേരെ കോളേജിൽ പോയി. ആകെ ക്രൗഡഡാണ് എന്ന് പറഞ്ഞാൽ അത്രയും കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. എന്നിട്ട് പ്രിൻസിപ്പളുടെ ഒരു അപ്പോയിൻമെൻറ്റ് സീക്ക് ചെയ്തു. അഡ്മിഷൻസ് ഷട്ട് 3 months earlier. 3 മാസം മുമ്പ് തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്തതാണല്ലോ എന്നോട് അവർ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വിഷയം എൻ്റെ പർപ്പസ് ഓഫ് വിസിറ്റ് അവരോട് പറഞ്ഞു 3 മാസം മുമ്പേ അഡ്മിഷൻ ക്ലോസ് ചെയ്തതാണ്. I was told and the principal doesn't give appointments. പിന്നെ പ്രിൻസിപ്പളുടെ അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. I stood in the corridor outside the office. ഞാൻ ഓഫീസിൻ്റെ പുറത്തുള്ള കോറിഡോറിൽ ഇങ്ങനെ എന്ത് ചെയ്യും എന്നറിയാതെ, ഉത്തരം കിട്ടാതെ സ്തംഭിച്ച് നിന്നുപോയി. ചോക്കിംഗ് ബാക്ക് ഫ്രസ്ട്രേഷൻ. എനിക്ക് I was unable to breathe properly. എന്ന് പറഞ്ഞാൽ ആകെ അസ്വസ്ഥയായി ഞാൻ. കാരണം എനിക്ക് ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല, പിന്നെ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ നിൽക്കാനും കഴിയില്ല. അപ്പോൾ I was disappointed. ചോക്കിംഗ് ബാക്ക് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഡിസപ്പോയിൻമെൻറ്റ്. ഈ സ്റ്റുഡൻറ്റ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് വിറ്റ്നസ്ഡ് ദ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽസ് അസിസ്റ്റൻ്റ് ആൻഡ് മീ. ഒരു വിദ്യാർത്ഥി അവിടെ നിന്നിട്ട്
ഞാനും ആ പ്രിൻസിപ്പളിൻ്റെ അസിനും തമ്മിലുള്ള സംസാരം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഹീ കെയിം ഓവർ ആൻഡ് വിസ്പേർഡ് വിത്ത് എ വിങ്ക്. അയാൾ എൻ്റെ അടുത്തിങ്ങനെ വന്നിട്ട് അന്നിങ്ങനെ കണ്ണ് ചെമ്പിയിട്ട് പറഞ്ഞത്, ദർ ഇസ് എ സൈഡ് ഡോർ ടു ദ പ്രിൻസിപ്പൽസ് ഓഫീസ്, യു മേ വാണ്ട് ടു ട്രൈ ദാറ്റ്. പ്രിൻസിപ്പളുടെ ഓഫീസിൻ്റെ സൈഡിൽ ഒരു ഡോറുണ്ട്, നീ ഇവരൊന്നും കാണാതെ അതിലേക്ക് കയറിക്കോന്ന് പറഞ്ഞു. I went straight through the side door. Father De Cruz looked up quizzically and opened his mouth, but before he could say anything, I blurted out what I had rehearsed. Father, my life is in your hands. I want to do something for the children of India. I don't know how, only that I must. He was curious enough to ask me a few questions, and at the end of our conversation, the father thankfully granted me admission to St. Xavier's College. ഞാൻ വിദ്യാർത്ഥി ആ പയ്യൻ പറഞ്ഞതനുസരിച്ച് സൈഡിലുള്ള ഡോറിലൂടെ നേരെ അകത്തേക്കാണ് കയറി. ആരോടും പെർമിഷൻ ചോദിച്ചില്ല. പ്രിൻസിപ്പൽ ഫാദർ ഡിക്രൂസ് ആയിരുന്നു. അദ്ദേഹം ഏതൊരു പെൺകുട്ടി സാധാരണ ആരും കയറി വരാത്ത ഡോറിലൂടെ കയറി വന്നപ്പോൾ ആകെ അന്തം വിട്ടിങ്ങനെ നോക്കി എന്നെ വായ വിളിച്ചു. പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചെന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മനസ്സിൽ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ മനസ്സിലിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതങ്ങോട്ട് ബ്ലേർട്ടഡ് ഔട്ട്, ഷൗട്ടഡ്, ഉറക്കങ്ങോട്ട് പറഞ്ഞു പ്രിൻസിപ്പാളോട്, ഫാദർ മൈ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. അച്ഛാ, എൻ്റെ ജീവിതം അച്ഛൻ്റെ കയ്യിലാണ്, എന്നെ കൈവിടരുത്. ഐ വാണ്ട് ടു ഡു സംതിങ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓൺലി ദാറ്റ് ഐ മസ്റ്റ്. ഒന്നറിയാം, എനിക്ക് അത് ചെയ്തേ പറ്റൂ എന്നുള്ള ഡയലോഗാണ് കാച്ചിയത്. എന്ന് പറഞ്ഞാൽ ഇവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി വന്നാന്ന് പോലും അല്ല പറഞ്ഞത്. ഇതൊക്കെ കൂടി കേട്ട അച്ഛന് എന്താ ഇപ്പോൾ ഈ കുട്ടി പറയണമെന്ന് വെച്ചിട്ട് അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടോക്കായി. അവർ തമ്മിൽ സംസാരിച്ചു. ഹി വാസ് ക്യൂരിയസ് ഇനഫ് ടു ആസ്ക് മീ എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അദ്ദേഹത്തിനും ഇവളെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള താല്പര്യമായി. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവസാനം സംഭാഷണം കഴിഞ്ഞപ്പോൾ ഫാദർ വളരെ സന്തോഷത്തോടു കൂടി സെൻറ്റ് സേവിയേഴ്സിൽ അവൾക്ക് അഡ്മിഷൻ കൊടുത്തു. ദ അക്കാഡമിക് സിസ്റ്റം അറ്റ് സേവിയേഴ്സ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സിസ്റ്റം ഇൻ ദ യു എസിലെയും സെൻറ്റ് സേവിയർ കോളേജിലെയും അക്കാഡമിക പ്രവർത്തനങ്ങളുടെ രീതിയൊക്കെ തികച്ചും വ്യത്യസ്തമായിരുന്നു. Here a far more bookish form of learning replaced the academic rigor and intellectual stimulation I had received in Massachusetts. ഇവിടെ എന്താണ്, കൂടുതൽ ബുക്കിഷായിട്ടുള്ള പഠനമാണ്. ബുക്ക് നോക്കി പഠിച്ച് അത് പരീക്ഷയ്ക്ക് എഴുതി വെക്കുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ഞാൻ മസാച്യുസെറ്റ്സിലായിരുന്നപ്പോൾ അവിടുത്തെ പഠന രീതി എന്തായിരുന്നു? അവിടെ വളരെ ഡൈനാമിക്കായിട്ടുള്ള, വളരെ ആക്റ്റീവായിട്ടുള്ള, എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ള, നമ്മുടെ ബുദ്ധി വികസിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും രീതികളുമൊക്കെയുള്ള ഒരു പഠന രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഐ ക്വിക്ലി റിയലൈസ്ഡ് ദാറ്റ് ഐ വുഡ് ബി ഏബിൾ ടു ലേൺ മോർ ഇൻ ദ സിറ്റി ബിയോണ്ട് ദ ക്ലാസ് റൂം. അങ്ങനെ ക്ലാസ് റൂമിലിരുന്നപ്പോൾ അത്ര രസകരമായിട്ട് ഷഹീൻ മിസ്റ്റിക്ക് ദീദിക്ക് തോന്നിയില്ല. അവൾ തിരിച്ചറിഞ്ഞത് എനിക്ക് എൻ്റെ ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്നതിനേക്കാൾ ഏറെ പഠിക്കാനുള്ളത് പുറത്ത് സിറ്റിയിൽ ഇറങ്ങിയിട്ടാണ്. Now that I lived in India, I wanted to understand it in a different and deeper way than I had during my summer holidays. സാധാരണ അവൾ ഇവിടുത്തെ ഒരു ഗസ്റ്റായിട്ടാണ് വരാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഹോളിഡേയ്സ് അല്ലെങ്കിൽ വെക്കേഷനുകളൊക്കെ കണക്കാക്കിയിട്ട് ഇന്ത്യയിൽ വരും. അച്ഛൻ്റെ അമ്മൻ്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെയുള്ള യാത്ര, അത്രയുള്ള അനുഭവങ്ങളേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇപ്പം ഞാൻ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. എനിക്കിനി ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കണം. ഐ വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് in a different and deeper way than I had during my summer holidays. I walked around the city just watching and listening. ഞാൻ വെറുതെ സിറ്റിയിലൂടെ ഇങ്ങനെ തരങ്ങും വിലങ്ങും ചുമ്മാ നടക്കും, വെറുതെ നിരീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും നടന്നു. One day I walked into a sprawling low-income community which was a maze of tiny alleyways buzzing with life. ഒരു ദിവസം ഞാൻ ഒരു ലോ ഇൻകം, വളരെ വരുമാനം കുറഞ്ഞ സമൂഹം താമസിക്കുന്ന വളരെ വിശാലമായിട്ടുള്ളൊരു ഏരിയ, അവിടേക്ക് പോയി. വിച്ച് വാസ് എ മെയ്സ് ഓഫ് ടൈനി ആലിവേസ്. എന്താ മെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പാത്തുകൾ, ഇങ്ങനെ തലങ്ങും വിലങ്ങും ചെറിയ ചെറിയ പാതകൾ. എന്നിട്ട് ഇപ്പോൾ നമ്മൾ പസിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ചെറിയ ചെറിയ പാതകളാണ്. അതിൽ നിറച്ച് ചെറിയ ചെറിയ വീടുകൾ. ബസ്സിങ് വിത്ത് ലൈഫ്. അവിടെ ജീവൻ തുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ താമസിക്കുന്ന വലിയൊരു പ്രദേശം, ചെറിയ ചെറിയ വീടുകൾ. An estimated 10,000 people lived here with no running water, no system of waste disposal, and shared 6 dark cubicle toilets that lined an adjoining alley. ഏകദേശം 10,000-ഓളം ആളുകൾ അവിടെ
താമസിക്കുന്നുണ്ട്. അവർക്ക് ദർ ഇസ് നോ റണ്ണിങ് വാട്ടർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം 24 മണിക്കൂറും കിട്ടുന്ന രീതിക്കാണ് എന്ത് പറയുന്നത്, റണ്ണിങ് വാട്ടർ എന്ന് പറയുന്നത്. ഇവിടെ അതില്ല. പൊതു വാട്ടർ അതോറിറ്റിയുടെ വെള്ളം സപ്ലൈ കണ്ടിട്ടില്ലേ, നമ്മളുടെ നാടുകളിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പൈപ്പ് കണക്ഷൻ കിട്ടും അല്ലേ, വാട്ടർ ടാപ്പ് ഉപയോഗിച്ച് നേരിട്ട് ഡയറക്റ്റ് വെള്ളം എടുത്ത് കുടിവെള്ളത്തിന് എന്നുള്ള രീതിയിലൊക്കെയാണ് തരിക. നമ്മൾ പലതിനും ഉപയോഗിച്ചേക്കാം, പക്ഷേ ആ ഒരു വാട്ടർ സപ്ലൈ സിസ്റ്റം അവിടെ ഇല്ല. നോ സിസ്റ്റം ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ. ഈ ചെറിയ ചെറിയ വീടുകളിൽ നിന്നുള്ള വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനമില്ല. അതിൻ്റെ ഷെയർഡ് 6 ഡാർക്ക് ക്യൂബിക്കൽ ടോയ്ലറ്റ്സ്. പിന്നെന്താണുള്ളത്, ചെറിയ ഒരു റൂമിൽ 6 യൂണിറ്റ് ടോയ്ലറ്റുകളുള്ള ടോയ്ലറ്റ് യൂണിറ്റ്സുകൾ ഇങ്ങനെ സെപ്പറേറ്റ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊരു ബാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയുള്ള അവിടുത്തെ സംവിധാനങ്ങൾ. ഐ വാക്ക്ഡ് അറൗണ്ട് ദാറ്റ് ആഫ്റ്റർനൂൺ സ്പീക്കിംഗ് വിത്ത് ചിൽഡ്രൻ വണ്ടറിങ് ഹൗ ലൈഫ് വുഡ് ബി ഡിഫറെൻറ്റ് ഇഫ് ഈച്ച് വൺ ഓഫ് ദം ഓൺലി ഹാഡ് ആക്സസ് ടു ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് വുഡ് ഫിൽ ദെയർ ഗ്രേറ്റസ്റ്റ് പൊട്ടൻഷ്യൽ. ഐ വാക്ക്ഡ് അറൗണ്ട് ദാറ്റ് ആഫ്റ്റർനൂൺ സ്പീക്കിംഗ് വിത്ത് ചിൽഡ്രൻ. ഞാൻ അവിടേക്ക് പ്രവേശിച്ചു. അതിലൂടെ ഇങ്ങനെ ഈ പറഞ്ഞ ചെറിയ വഴികളിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു. അവിടെ കാണുന്ന ചെറിയ കുട്ടികളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു. എന്നിട്ട് ഞാൻ അങ്ങനെ അത്ഭുതം കൂറി, ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അർഹതപ്പെട്ട അവസരങ്ങൾ അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ, അത് അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ ഇന്നേറ്റ് ആയിട്ടുള്ള ഓരോ കുട്ടികളും ഓരോ കഴിവുകളുമായിട്ട് ജനിക്കുന്നവരാണ്. അത് നമ്മൾ കണ്ടെത്തി പരിപോഷിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഹൗ ലൈഫ് വുഡ് ബി ഡിഫറെൻറ്റ്. അവരുടെ ജീവിതം എത്ര വ്യത്യസ്തമാകുമായിരുന്നു. ഇഫ് ഈച്ച് വൺ ഓഫ് ദം ഓൺലി ഹാഡ് ആക്സസ് ടു ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് വുഡ് ഫിൽ ദെയർ ഗ്രേറ്റസ്റ്റ് പൊട്ടൻഷ്യൽ. അവരുടെ പൊട്ടൻഷ്യൽ കണ്ടെത്തി അത് പരിപോഷിപ്പിക്കാനുള്ള അവസരങ്ങളിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. വാക്കിംഗ് ഡൗൺ ദ നാരോ പാസേജ് വേസ് ഐ മസ്റ്റ് ഹാവ് ലുക്ക്ഡ് എ ലിറ്റിൽ ഡേയ്സ്ഡ്. ഇങ്ങനെ ഈ തെരുവിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് ഈ ചെറിയ ചെറിയ വഴികളിലൂടെ തലങ്ങും മലങ്ങും ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഞാൻ അല്പം ടയേർഡായി. ഐ ഹാവ് ലുക്ക്ഡ് എ ലിറ്റിൽ ഡേയ്സ്ഡ്, കുറച്ച് ടയേർഡായി. വെൻ എ സോഫ്റ്റ് സ്പോക്കൺ ഗേൾ ഡ്രസ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ സാരി വെൽക്കംഡ് മീ ഇൻ ടു ഹെർ ഹോം. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ഒരു പെൺകുട്ടി, പക്ഷെ അവൾ സാരിയാണ് എടുത്തിട്ടുള്ളത്. ഇവൾക്ക് 18 വയസ്സായിട്ടേ ഉള്ളൂ. ഒരു പെൺകുട്ടി സാരി എടുത്ത് ഒരു വീടിൻ്റെ പരിസരത്ത് കാണുകയെന്ന് പറയുമ്പോൾ തികച്ചും അത്ഭുതം തന്നെയാണ് ഇവളെ സംബന്ധിച്ചിടത്തോളം. അവളെ വളരെ ക്ഷീണിതയായി കണ്ടപ്പോൾ ആ പെൺകുട്ടി അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഹെർ നെയിം വാസ് സന്ധ്യ. പേര് ഓർത്ത് വെക്കുക, വളരെ പ്രധാനപ്പെട്ട പേരാണ്. ഷഹീൻ മിസ്ത്രിയുടെ ജീവിതത്തിലും സന്ധ്യ എന്ന് പറയുന്ന കഥാപാത്രം. ഷി വാസ് ആൾസോ 18 ലൈക്ക് മീ. അവൾക്കും 18 വയസ്സാണ്. ഷി ഡിഡൻറ്റ് സ്പീക്ക് എ വേർഡ് ഓഫ് ഇംഗ്ലീഷ്. അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനേ അറിയില്ല. ആൻഡ് ഐ ഡിഡൻറ്റ് സ്പീക്ക് എ വേർഡ് ഓഫ് ഹിന്ദി. എനിക്കാണെങ്കിലോ ഹിന്ദി ഒട്ടും അറിയില്ല. അവൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് ഹിന്ദി അറിയില്ല. അവൾക്ക് ആകെ അറിയുന്ന ഭാഷ ഹിന്ദി, ഇവൾക്ക് ആകെ അറിയുന്ന ഭാഷ, ഷെയ്നിന് അറിയുന്ന ഭാഷ ഇംഗ്ലീഷ്. പക്ഷേ ബട്ട് ഷീ സ്മൈൽഡ് ആൻഡ് ലാഫ്ഡ് ആൻഡ് ചാറ്റഡ് എ ലോട്ട്. പക്ഷേ അവളുടെ ആ പുഞ്ചിരി നല്ല രസമുള്ള പുഞ്ചിരി. ആൻഡ് ലാഫ്ഡ് ആൻഡ് ചാറ്റഡ് എ ലോട്ട്. പക്ഷെ അവർ രണ്ടുപേരും സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ലാംഗ്വേജ് ഈസ് നോട്ട് എ ബാരിയർ ടു കമ്മ്യൂണിക്കേറ്റ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് പരസ്പര ആശയവിനിമയം നടത്താൻ ഒരു തടസ്സമേ അല്ല. പക്ഷെ അവർ തമ്മിൽ എന്തൊക്കെയോ ചാറ്റ് ചെയ്തു വളരെ സൗഹൃദ ഭാഷയിൽ. ആൻഡ് ഐ ഫെൽറ്റ് ആൻ ഇമ്മീഡിയറ്റ് കണക്ഷൻ വിത്ത് ഹർ. എനിക്ക് അവളോടൊരു അഫിനിറ്റി തോന്നി. ഒരു പെട്ടെന്ന് അവളിൽ ഞാൻ കണക്ഷൻ സ്ഥാപിച്ചെടുത്തു. എന്ന് പറഞ്ഞാൽ അവൾ എനിക്ക് പറ്റിയൊരു കൂട്ടാവുമെന്ന് എനിക്ക് തോന്നി. അവൾ നിഷ്കളങ്കയാണെന്ന് എനിക്ക് തോന്നി, ഇന്നസെൻറ്റ്. സന്ധ്യാസ് ലൈഫ് വാസ് സോ ഡിഫറെൻറ്റ് ഫ്രം മൈൻ. എൻ്റെ ജീവിതത്തിൽ നിന്ന് എത്രയോ ഡിഫറെൻ്റ് ആയിരുന്നു സന്ധ്യയുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവൾ മുംബൈയിൽ സെറ്റിലായി. അവൾ മുംബൈയെ കൂടുതൽ അടുത്തറിയാൻ വേണ്ടി മുംബൈയിലെ തെരുവുകളിലേക്ക് ഇറങ്ങുന്നു. ഒരു ഗള്ളിയിലൂടെ അവൾ സഞ്ചരിക്കുന്നു. അവിടെയുള്ള കുട്ടികളുമായിട്ട് സംസാരിക്കുന്നു. അവിടെ കണ്ട അവളുടെ തന്നെ പ്രായത്തിലുള്ള ഒരു 18കാരി സന്ധ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു സംഭാഷണത്തിലൂടെ പരസ്പരം അടുക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ പൂർത്തിയാക്കാം. ഓക്കെ, താങ്ക് യു.